എത്തി തെളിവില്ലാതെ നോട്ടം കണ്ടില്ലേ പോണ്ടാരടന്ന്. എന്താ ഭാവിച്ച കണാരേട്ടൻ എന്തെന്ന് ചോദിക്കാൻ നിന്നപ്പോ ഒരുത്തി തന്റെ ഭദ്രകാളിയെ പോലെ തുള്ളിക്കൊണ്ട് അകത്തേക്ക്. അല്ല, അവൾക്കെന്താ എന്നെ കാണുമ്പോ ഒരു ചൊറിച്ചില്? നിന്റെ മട്ടുമാതിരി അതല്ലേ നിന്റെ ഒരു ഒടുക്കത്തെ കുടിയും. ഞാൻ കുടിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. കൂടി ഞാനങ്ങ് നിർത്തിയേക്കാം. പക്ഷെ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? ഞങ്ങളുടെ കെട്ട് എന്റെയും ഗൗരിയുടെയും അത് ഇന്ന് തീരുമാനിക്കണം. ഒന്നും തീരുമാനിക്കാനില്ല. ഇയാളെ കെട്ടാൻ എനിക്ക് സൗകര്യമില്ല. അതിന് വേറെ ആളെ നോക്കിക്കോ. കിടന്ന് തുള്ളാനകത്ത് കയറിപ്പോടി. അവള് തുള്ളട്ടെ ഇടത്തി. ഇതുപോലെ ഇളക്കമുള്ള എത്ര മതയാനകളെ തളച്ചവനാണ് ഈ വാവച്ചൻ. പിന്നെ ഈ പിടിയാന. തുള്ളിക്കോ തുള്ളിക്കോ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ വീട്ടുമുറ്റത്താണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ചൂലെടുത്തടിക്കും. പറഞ്ഞേക്കാം. എനിക്ക് പോടോ. നിർത്തേരി ഒരുമ്പെട്ടോണേ. നിന്നോടല്ലേ പറഞ്ഞ അകത്ത് കയറിപ്പോകാൻ. വാവത്തിന് ഇപ്പൊ പോ. ഞാനിപ്പൊ പോവാ. എല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. ആരാടി നീ? രാജകുമാരിയാ. നീ എന്തു ഭാവിച്ച? തള്ളകല്ല വാവല് തല കിഴക്കനാൻ പാടാ. പ്രായം ഒരു പറഞ്ഞ കേട്ടാ നിനക്ക് നല്ലത്. നിന്നെ ഓർത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്രേ സമാധാനായി ഞങ്ങക്ക്. കള്ളം കുടിച്ച് കൂത്താടി അടക്കുന്ന ഒരുത്തന്റെ തലയില് എന്നെ കെട്ടിവെച്ചാൽ നിങ്ങക്ക് സമാധാനാവും. പൊന്നും പണ്ടൊന്നുമില്ലാതെ വാവച്ച് നിന്നെ ചോദിക്കണേ. ഞങ്ങളുടെ കണ്ണടഞ്ഞ നിനക്കൊരു തുണ വേണം. ആണുങ്ങളായ ഇത്തിരി കുടിക്കും എന്ന് വെച്ചാൽ അവൻ സ്നേഹമില്ലാത്തതൊന്നല്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന്. അതിലും ഭേദം വല്ല കൊക്കയിലും ചാടി മരിക്കുന്നതാ. എന്നാ വരും. പൊന്നും പണ്ടവും കൊണ്ട് രാജകുമാരൻ മുടിയാൻ പറഞ്ഞ സന്തതി നിന്നെ പിഴച്ചു വെച്ചപ്പോഴേ രണ്ട് കൈ നീട്ടി വാങ്ങിയത് ഞാനാ. അതിന്റെ നന്ദിയെങ്കിലും വേണോടി. തള്ള പിഴച്ചു പറ്റത് അവരുടെ കുറ്റം കൊണ്ടല്ലോ. സാരമില്ല. ആനക്കാരനായാൽ 6 കണ്ണു വേണം, ഉറച്ചൊരു മനസ്സും. അല്ലെ ആനയുടെ കൊമ്പലിരിക്കും. വിളിക്കുന്നു. പ്രായക്കരയില് പാപ്പാൻ ആരൊക്കെ ഉണ്ടടി? കൊച്ചുപാപ്പ വല്ലതും പറഞ്ഞോ? 6-7 പിള്ളേരും ഭാര്യയും. താൻ എന്തിനാ ഇതൊക്കെ തിരക്കണേ? ഞാൻ വെറുതെ ചോദിച്ചതാ. ആരുണ്ടായാലും തനിക്കെന്താ? മനസ്സിലാവുന്നുണ്ട്. അത്രയ്ക്ക് വലിയ തമാശയാണെങ്കിലേ ഞാനും കൂടി കേക്കട്ടെ. തമാശയൊന്നുമല്ല. പിന്നെ അച്ചോട്ടിന്റെ ഭാര്യയും കുട്ടികളെയും പറ്റി പറയായിരുന്നു. അതാണോ കാര്യം? പ്രായക്കരയില് നാട്ടുകാർ അറിഞ്ഞോണ്ട് ഒരു ഭാര്യ, കൊച്ചിയിലും നിലമ്പൂരും നാട്ടുകാരറിയാതെ വേറെ, എല്ലാം കൂടി പിള്ളേര് 10-12 എണ്ണമുണ്ട്. ഈ കുടുംബാസൂത്രത്തെ പറ്റി പാപ്പന് വലിയ ധാരണ ഒന്നുമില്ലല്ലേ? പിന്നെ ഈ ആനക്കാരെവിടെ ചെന്നാലും പെണ്ണുങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കും ഒന്ന് അടുത്തുകൂടാൻ. അതൊക്കെയല്ലേ ഞങ്ങൾ പാപ്പാന്മാരുടെ പ്രത്യേക സ്വഭാവം. അയ്യടാ, എന്നാലേ അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് വേണ്ട കേട്ടോ. കൊല്ലും ഞാൻ. ആനപ്പന്തി നിനക്കെന്താടി കാര്യം? ഓടി വീട്ടില് എന്ന് പറയാൻ താനാരാ? നിനക്കറിയില്ലേ? എന്നാ കേട്ടോ, നിന്നെ കെട്ടാൻ പോണോ താൻ മാത്രം തീരുമാനിച്ചാ മതിയോ? തൽക്കാലം അത് മതിയടി. വാവച്ചനൊന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. ആശാനെ, ആ കയ്യങ്ങടക്ക്. എടാ, എന്റെ പെണ്ണിന്റെ കൈ കയറി പിടിക്കാൻ നിന്റെ അനുവാദം വേണോ? ഓടി വീട്ടില്. എന്റെ ആശാനാണല്ലോ എന്ന് കരുതി ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. കയ്യും കെട്ട് കൊള്ളുന്നതൊക്കെ അങ്ങ് നിർത്തി. ഇനി ആവശ്യമില്ലാതെ എന്റെ നേരെ കൈ ഓങ്ങിയാൽ ഓങ്ങുന്ന ആ കൈ ഞാൻ വെട്ടും. നീ ഞൊട്ടും.
അത് അവര് തമ്മിൽ തീർത്തോട്ടെ. പറഞ്ഞ കേക്കൂല അല്ലേ ഏട്ടാ? കണ്ണി ചോരയില്ലാത്തവനാ വാവച്ചൻ. പോരാത്തതിന് തെക്കന്റെ ആളും. തെക്കന്റെ ആൾക്കാരോട് ഇടയാൻ പോയ ആർക്കും ഇവിടെ മനസമാധാനത്തോട് ജീവിക്കാൻ പറ്റില്ല. ആരാ ഈ തെക്കൻ? ഞാനിവിടെ വന്നത് മുതൽ കേൾക്കുന്നു. ഈ കാട് ഭരിക്കുന്ന രാജാവ്. എന്നിട്ട് ഞാനിതുവരെ കണ്ടില്ലല്ലോ. അതെങ്ങനെ? അയാൾ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഇപ്പൊ നാട്ടിലാ. കാടാറ് മാസം കഴിഞ്ഞ് നാടാറ് മാസത്തിലാ. ഒരു ദിവസം അയാൾ വരും കാടിളക്കാൻ. അന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് എന്താന്ന് കർത്താവിന് മാത്രം അറിയാം. തന്നെ അവിടെ കിടന്നോ. ഞാൻ പറയുമ്പോൾ അനുസരിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം ഇതെന്താണ് ഞാനത് കിടക്കാൻ പറഞ്ഞു. എണീക്കാൻ പറഞ്ഞു കിടക്കുക. പുറംകാലം കൊണ്ട് ഒരു അടി ഒന്ന് ചടങ്ങി പോവും. 6 മൈൽ അപ്പുറത്ത് മാറി നിന്നല്ല ആനയോട് കാര്യങ്ങൾ പറയേണ്ടത്. അല്പം കൂടി ധൈര്യം കാണിക്കേട്ടാ. എന്നും ഇങ്ങനെ ആനപ്പിട്ടോ മാറി കഴിഞ്ഞാൽ മതിയോ? എടാ ശിവ, കളിയാക്കല്ലേ. ഈ പേടി എന്ന വാക്കിന്റെ അർത്ഥം പോലും എനിക്കറിയില്ല. പിന്നെ എന്താ സൂക്ഷിച്ചാൽ നമ്മൾ സൂക്ഷിക്കണ്ടല്ലോ എന്ന് കരുതിയ. ഇന്ന് ഞാൻ ചേട്ടന്റെ പേടി മാറ്റിത്തരാം. ശിവ, ഞാൻ പറഞ്ഞു കേൾക്ക്. സൈക്കിളിന്റെ പുറത്താണെങ്കിൽ എങ്ങനെയും കയറാം. ഇത് ആനയാ. ചിലപ്പോ ആന എന്നെ കണ്ടു പഠിച്ച ഒന്നും പേടിക്കില്ല. കേറാനാ പറഞ്ഞത്. കാല് വെച്ച് കേറും. അങ്ങോട്ട് കേറ്. ഞാനിവിടെ ഉണ്ട്. കേറിയേട്ടാ. കൊണ്ടു പോലെ ശിവ, ആന എന്നെ കണ്ടിട്ട് പേടിച്ച് പറയ്ക്കുന്നു. മോനെ, എന്തൊരു സുഖം മോനെ. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കില് 2 ദിവസം മുമ്പ് കയറിയിരിക്കായിരുന്നു അല്ലേ? അധികം തിരിക്കില്ല കേട്ടോ. മൂപ്പന്റെ മഴ പവറൊന്നും എന്റെ അടുത്ത് വേണ്ട. അതെ, വരട്ടൊക്കെ അങ്ങോട്ട് വേണ്ട, ഇവിടെ മതി. ഓ, ഓർത്തില്ല. നമ്മൾ അടുത്ത മൂപ്പനാൻ വേണ്ടി കച്ച കെട്ടിരിക്കാണ്ടോ. ദോഷം പറയുന്നുണ്ടോ? ജോലി കൊള്ളാം. നല്ല മൂപ്പന് നല്ല മൂപ്പി. നല്ലതുപോലെ മൂക്കുന്നുണ്ടല്ലോ മൂപ്പ.